സോ അതുകൊണ്ടാണ് നമ്മളൊരു ഗ്രൂപ്പിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും പേഴ്സണാലിറ്റീസിൻ്റെ അല്ലെങ്കിൽ ടീമിൻ്റെയൊക്കെ പോസ്റ്റോ വീഡിയോ ഒക്കെ കാണുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൊണാൾഡോയുടെ ഒരു സ്കില്ലും ഗോളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഫാൻ വീഡിയോ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ മൊത്തം മെസ്സി അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ഇനി തിരിച്ചാണെങ്കിൽ അങ്ങനെ ഇവിടെ ശരിക്കും ഒരാളെ അക്നോളജ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിലും മറ്റേ ഗ്രൂപ്പുകാർക്ക് അത് പിടിക്കില്ല. അവരുടെ ആളാണ് മികച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇവരുടെ രണ്ടുപേരുടെയും മാത്രമല്ല, മോസ്റ്റ്ലി എല്ലാവരുടെ കേസ് എടുത്ത് നോക്കിയാലും അതിങ്ങനെ തന്നെയാണ്. ഇതിനെയാണ് സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി അയാളുടെ സോഷ്യൽ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റിയും സെൽഫ് വർത്തും ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഏതെങ്കിലും ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ പാർട്ടായിട്ടാണ്. ഇതിനെയാണ് ഹെൻറി തഫേലും ജോൺ ടേർണറും ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസ് എസ്സേസ് ഇൻ സോഷ്യൽ സൈക്കോളജി എന്ന വർക്കിലൂടെ സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി കൊണ്ട് പറഞ്ഞു വെച്ചത്. ഈ ഒരു തിയറി അനുസരിച്ച് നമ്മൾ 3 മെൻ്റൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ഫസ്റ്റ് വൺ, സോഷ്യൽ കാറ്റഗറൈസേഷൻ. അതായത് നമ്മൾ നമ്മളെയും ബാക്കിയുള്ളവരെയും ഓരോ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. സെക്കൻഡ്, സോഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ ആ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ വാല്യൂസും ബിഹേവിയറും ഒക്കെ അഡോപ്റ്റ് ചെയ്ത് അതിൻ്റെ പാർട്ടായിട്ട് മാറുന്നു. ആൻഡ് ദ തേർഡ് വൺ ഈസ് സോഷ്യൽ കമ്പാരിസൺ. നമ്മൾ നമ്മളുടെ ഗ്രൂപ്പിനെ വെച്ച് മറ്റേ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുന്നു. ഈ ഒരു കാരണത്താൽ ഒരു ഗ്രൂപ്പിൻ്റെ പോസ്റ്റോ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മളുടെ ഗ്രൂപ്പ് കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് നമുക്ക് വരും. ആൻഡ് ഇത് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പോയി ഞങ്ങളുടെ ആൾ ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയും. ഇതൊരു ഫാൻ ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, പകരം ജെൻഡർ, നാഷണാലിറ്റി, റേസ്, പൊളിറ്റിക്സ് എല്ലാത്തിലും ഇത് തന്നെ കാണാം. പക്ഷേ ഇതിൻ്റെ കോമഡി ഇവിടെയല്ല. തുടക്കം ഗ്രൂപ്പിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നതെങ്കിലും പിന്നീട് ഇത് പേഴ്സണൽ തെറിവിളിയും അടിയൊക്കെ ആകാറാണ് പതിവ്.